ഇടുക്കിയിൽ പിതാവിന്റെ ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് തണലൊരുക്കിയ ഒരു നാട്. കണ്ണൂർ സ്വദേശിനിയായ ആളകനന്ദയ്ക്ക് വീടൊരുക്കാനാണ് ഇടുക്കി അടിമാലി മേഖല ഒന്നാകെ കൈകോർത്തത്. അടിമാലി 200 ഏക്കറിൽ പ്രവർത്തിക്കുന്ന പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിലെത്തിയ പെൺകുട്ടിക്ക് ചികിത്സ നൽകിയെങ്കിലും ആരും തുണയില്ലാതെ വന്നതോടെ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ തുടരുകയായിരുന്നു. 2022 ജനുവരിയിലെ ആ ദിവസത്തെ വേദനയോടെയാണ് അളകനന്ദയും വല്യമ്മ ഗീതയും ഓർത്തെടുക്കുന്നത്. വയനാട് അമ്പലവയലിൽ വെച്ചാണ് പിതാവ് സനൽകുമാർ അളകനന്ദയ്ക്കും അമ്മ നിജിതയ്ക്കും നേരെ ആസിഡാക്രമണം നടത്തിയത്. ചികിത്സയിലിരിക്കെ അമ്മ മരിച്ചു. പിന്നാലെ സനൽകുമാർ ജീവനെടുക്കുകയും ചെയ്തു. മരണത്തെ അതിജീവിച്ച അളകനന്ദ തുടർ ചികിത്സയ്ക്കായാണ് അടിമാലി 200 ഏക്കറിലെ പൊള്ളൽ ചികിത്സാ കേന്ദ്രമായ സ്നേഹസ്വാന്തനത്തിൽ എത്തിയത്. 98% സുഖം പ്രാപിച്ച അളകനന്ദയ്ക്കും ഗീതയ്ക്കും പോകാൻ മറ്റൊരിടമില്ലാതിരുന്നതിനാൽ ചികിത്സാ കേന്ദ്രത്തിൽ തന്നെ അഭയം പ്രാപിക്കുകയായിരുന്നു. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയതോടെയാണ് പൊള്ളൽ ചികിത്സാ കേന്ദ്രം ഉടമ ജോർജ് ഫിലിപ്പ് തന്റെ 5 സെന്റ് സ്ഥലം പെൺകുട്ടിക്ക് ഇഷ്ടദാനമായി നൽകിയത്. കുമ്മമ്പാറ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസും പ്രിൻസിപ്പലും എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം നേതൃത്വം നൽകിയ CMC കാർമലഗിരി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളമ്മ സിസ്റ്റർ പ്രദീപ, കുമ്മൻപാറ സ്കൂളിലെ അധ്യാപകർ, ഹെഡ്മിസ്ട്രസ്, അതുപോലെ പ്രിൻസിപ്പാൾ, വിദ്യാർത്ഥികൾ, അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത നല്ലവരായ ഈ അടിമാലി മേഖലയിലെ വ്യക്തികൾ, നമ്മുടെ വൈദികർ, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം ഇന്ത്യയോടെ ഓർക്കുന്നു. തീപ്പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിന്റെയും ഫാത്തിമ മാതാ സ്കൂളിന്റെയും രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനകളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് 5 സെന്റ് സ്ഥലത്ത് അളകനന്ദയ്ക്ക് പുതിയ വീടൊരുങ്ങിയത്. ഫിസിക്സും ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ തല വളരുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങളുടെ ഹൃദയം വിശാലമാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ നിങ്ങൾ യഥാർത്ഥത്തിൽ വളരുന്നുള്ളൂ, നിങ്ങളിൽ വിദ്യാഭ്യാസം നടക്കുന്നുള്ളൂ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അളകനന്ദയ്ക്ക് പുതിയ വീടിന്റെ താക്കോൽ സമ്മാനിച്ചു. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖരും താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു. കൂമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിൽ പഠനം പുനരാരംഭിച്ച അളകനന്ദ നിലവിൽ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജനം, ഇടുക്കി.